എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ കമൻറ്റ് ചോദിച്ച ഓട്ടുപാത്രങ്ങളും ഇൻഡാലിയൻ ചട്ടികളും വീട്ടിൽ വൃത്തിയാക്കുന്ന വീഡിയോ ആണിത്. പക്ഷേ യൂട്യൂബിൽ ഒത്തിരി പേർ ചെയ്ത ഒരു ടിപ്പ് പരീക്ഷിച്ചപ്പോൾ എൻ്റെ ഈ ഇൻഡാലിയൻ ചട്ടി കരി പിടിച്ച പോലെ കറുത്തുപോയി. നിങ്ങൾക്കും ഈ വലിയ അബദ്ധം പറ്റാതിരിക്കാൻ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഞാനിത് എങ്ങനെ വെളുപ്പിച്ചെടുത്തു എന്നും ഒപ്പം ഓട്ടുരുളി സ്വർണം പോലെ തിളങ്ങിയ ഈ നാടൻ വിധിയും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ മറക്കാതെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഓട്ടുരുളിയും നിലവിളക്കും എങ്ങനെ വൃത്തിയാക്കാം എന്ന് നോക്കാം. ഇതിന് ഞാൻ എടുത്തത് നമ്മുടെ പഴമക്കാരുടെ നാടൻ രീതിയാണ്. ഈ കാണുന്ന ഇഷ്ടികയുടെ ചെറിയൊരു ഭാഗം പൊടിച്ചെടുക്കാം. ഇഷ്ടികപ്പൊടിക്ക് പകരമായി അടുപ്പിലെ ചാരം ഏറ്റവും മികച്ച ഒരു പകരക്കാരനാണ്. ഇതിലെ പൊട്ടാസ്യം കാർബണേറ്റ് കറകളെ പെട്ടെന്ന് മാറ്റും. കൂടാതെ ഗോതമ്പ് പൊടിക്കുമ്പോൾ കിട്ടുന്ന തവിട് അല്ലെങ്കിൽ ഉമിക്കരിച്ച ചാരം ഇവയൊക്കെ ഇഷ്ടികയ്ക്ക് പകരമായിട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഒരു ഇഷ്ടികയുടെ ചെറിയൊരു പീസ് എടുത്ത് ചുറ്റിക വെച്ച് ചെറുതായി ഒന്ന് ഉടച്ചെടുത്തു. അതിനുശേഷം ഇതൊരു കട്ടിയുള്ള തുണിയിലേക്ക് മാറ്റി പൊതിഞ്ഞു വെച്ച് ചുറ്റിക കൊണ്ട് നന്നായി ഇടിച്ച് പൗഡർ രൂപത്തിലാക്കുക. പെട്ടെന്ന് തന്നെ ഇത് നന്നായി പൊടിഞ്ഞു കിട്ടും. അതിനുശേഷം ഒരരിപ്പ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പാത്രത്തിൽ വരകൾ വീഴ്ത്താത്ത നല്ല നൈസായ ഇഷ്ടികപ്പൊടി നമുക്ക് കിട്ടും. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് പുളിയും ഉപ്പും നന്നായി മിക്സ് ചെയ്ത് കുഴമ്പ് പരുവത്തിലാക്കുക. ഇതിലേക്ക് നമ്മൾ അരിച്ചു വച്ചിരിക്കുന്ന ഇഷ്ടികപ്പൊടിയിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഈ കൂട്ട് ഓട്ടുരുളിയിലും നിലവിളക്കിലും നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലെ പുളിയും ഉപ്പും കറകളെ അലിയിക്കുകയും കൂടാതെ ഇഷ്ടികപ്പൊടി ഒരു നാച്ചുറൽ പോളിഷായി പ്രവർത്തിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു 10 മിനിറ്റായി നമുക്ക് ചകിരിയോ സ്പോഞ്ച് സ്ക്രബറോ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓട്ടുരുളിയിലെ സ്റ്റീൽ നാരിട്ട് ഉരയ്ക്കരുത്, വരകൾ വീഴും. ഇനി നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഓട്ടുരുളിയും നിലവിളക്കും സ്വർണം പോലെ തിളങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വിചാരിക്കാത്ത ഒരു ഇരട്ടിപ്പണി വന്നത് ഈ ഇൻഡാലിയൻ ചട്ടിയിലാണ്. യൂട്യൂബിലെ പല വീഡിയോകളിലും കണ്ടതുകൊണ്ട് ഞാൻ ഈ ചട്ടിയിലെ കറ കളയാൻ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടി ഇട്ട് ഈ വെള്ളം 10 മിനിറ്റ് നന്നായി തിളപ്പിച്ചു. വെള്ളം ആറിയ ശേഷം ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിയത്. ആ വെള്ളം നിന്ന അത്രയും ഭാഗം കരി പിടിച്ച പോലെ കടും കറുപ്പ് നിറമായി മാറി. സാധാരണ കറിയല്ല, പാത്രത്തിൽ ഒട്ടിപ്പിടിച്ച അവസ്ഥയിലായിരുന്നു. ഞാൻ ഉടനെ തന്നെ നാരങ്ങയും കല്ലുപ്പും ഇട്ട് ഉരച്ച് നോക്കിയെങ്കിലും ആ കറുപ്പ് കാര്യമായിട്ട് മാറിയില്ല. ഒടുവിൽ ഞാൻ നമ്മുടെ നാടൻ വാളംപുളി വെച്ചൊരു പരീക്ഷണം നടത്തി. ഒരു നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി എടുത്ത് അല്പം വെള്ളത്തിൽ കലക്കി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു. അതിനുശേഷം ആ കറുത്ത ഭാഗം മുഴുവൻ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചു. തിളച്ച ശേഷം അടുപ്പിൽ നിന്ന് വാങ്ങി ഒരു 5-6 മണിക്കൂർ ആ വെള്ളം ആ ചട്ടിയിൽ തന്നെ വെച്ചു. വെള്ളം നന്നായി ആറിയ ശേഷം അത് ഒഴിച്ചു കളഞ്ഞു. ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിലുണ്ടായിരുന്ന ആ പുളിയുടെ പീസുകൾ ഞാൻ എടുത്തു. അതിനുശേഷം ആ പുളി കഷ്ണങ്ങളിലേക്ക് കുറച്ച് കല്ലുപ്പും നമ്മുടെ സാധാരണ ലിക്വിഡ് സോപ്പും കൂടി ചേർത്ത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് നന്നായി ഒന്ന് ഉരച്ച് കഴുകിയെടുത്തു. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ചട്ടി പഴയതിനേക്കാൾ സൂപ്പറായിട്ട് നല്ല വെട്ടിത്തിളങ്ങി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇൻഡാലിയൻ ചട്ടിയും ഓട്ടുരുളിയും കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രങ്ങളുടെ തിളക്കം എക്കാലവും നിലനിൽക്കാൻ വേണ്ടി എപ്പോഴും ഉപകാരപ്പെടുന്ന കുറച്ച് A to Z ബോണസ് ടിപ്പുകൾ കൂടി പറഞ്ഞു തരാം. ഒന്നാമതായി, നമ്മൾ കഴുകിയെടുത്ത പാത്രങ്ങൾ പെട്ടെന്ന് മങ്ങിപ്പോകാതെ ഇരിക്കാനും ആ തിളക്കം എക്കാലവും നിലനിർത്തണമെങ്കിൽ കഴുകിയ പാത്രങ്ങൾ തുണി കൊണ്ട് തുടച്ച ശേഷം 10 മിനിറ്റ് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പാത്രത്തിലെ ചെറിയ ഈർപ്പം പോലും മാറിക്കിട്ടാനും പിന്നീട് ദുർഗന്ധമോ കറകളോ വരാതിരിക്കാനും ഇത് സഹായിക്കും. വെയിലത്ത് വെച്ച് ഉണക്കിയ ശേഷം ഒരു തുള്ളി വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ പഞ്ഞിയിൽ അല്ലെങ്കിൽ തുണിയിലോ തൊട്ട് പാത്രത്തിന് മുകളിൽ നേർത്ത രീതിയിൽ തടവി കൊടുക്കുക. ഒരുപാട് പുരട്ടരുത്. ഇങ്ങനെ ചെയ്താൽ മാസങ്ങളോളം കറുത്തു പോകാതെ സൂക്ഷിക്കാൻ പറ്റും. രണ്ടാമതായി, നിങ്ങൾ കടയിൽ നിന്ന് പുതിയ ഇൻഡാലിയൻ ചട്ടിയോ ഓട്ടുരുളിയോ വാങ്ങുകയാണെങ്കിൽ അത് നേരിട്ട് അടുപ്പത്ത് വെച്ച് പാചകം ചെയ്യരുത്. ഇത് നന്നായി കഴുകിയ ശേഷം കഞ്ഞിവെള്ളവും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് 10 മിനിറ്റ് നന്നായി തിളപ്പിച്ച് കളയണം. ഇങ്ങനെ ചെയ്താൽ പാത്രങ്ങളിലെ ലോഹച്ചുവ മാറിക്കിട്ടാനും ഭക്ഷണം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും സഹായിക്കും.
ഇനി മൂന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും സ്റ്റീൽ നാരുകൾ വെച്ച് പാത്രങ്ങൾ അമർത്തി ഉരയ്ക്കരുത്. അത് വലിയ പോറലുകൾ വീഴ്ത്തും. എപ്പോഴും ചകിരിയോ നൈലോൺ സ്ക്രബ്ബറോ മാത്രം ഉപയോഗിക്കുക. അതികഠിനമായ കറയാണെങ്കിൽ മാത്രം സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കാവൂ. അവസാനത്തെ നാലാമത്തെ പ്രധാന ടിപ്പെന്ന് പറഞ്ഞാൽ ഓട്ടുരുളിയിലും ഇൻഡാലിയം ചട്ടിയിലും പാചകം കഴിഞ്ഞാൽ ഭക്ഷണം അധിക സമയം ഇതിൽ തന്നെ വെച്ചേക്കരുത്. പ്രത്യേകിച്ച് തക്കാളിയോ പുളിയോ ചേർത്ത വിഭവങ്ങളാണെങ്കിൽ പാചകം കഴിഞ്ഞ ഉടൻ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. കാരണം ഉപ്പും പുളിയും അടങ്ങിയ വിഭവങ്ങൾ ഈ ലോഹങ്ങളുമായി പ്രതിപ്രവർത്തിച്ച് ഭക്ഷണത്തിൻ്റെ രുചി മാറ്റുകയും ആരോഗ്യത്തിന് ദോഷം ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഇൻഡാലിയം ചട്ടി ഇതാ പഴയതിനേക്കാൾ സൂപ്പറായി തിളങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് കറിയൊക്കെ കളഞ്ഞ് എടുത്തതല്ലേ. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ നമുക്ക് നല്ലൊരു സ്പെഷ്യൽ ചിക്കൻ വരട്ടിയത് കൂടി ഉണ്ടാക്കിയാലോ. ഇതിനായി നമ്മൾ വേറെ പാത്രത്തിലൊന്നും മസാല പുരട്ടേണ്ട ആവശ്യമില്ല. ഈ കഴുകി വെച്ചിരിക്കുന്ന ചട്ടിയിലേക്ക് നമുക്ക് വൃത്തിയാക്കിയ ചിക്കൻ കഷ്ണങ്ങൾ നേരിട്ടിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചേർക്കുന്നത് എൻ്റെ സ്വന്തം സീക്രട്ട് മസാലക്കൂട്ടാണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഈ മസാലക്കൂട്ടിൽ ഉണക്കിയെടുത്ത സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയോടൊപ്പം എരിവിന് വേണ്ടി നമ്മുടെ പറമ്പിലെ കാന്താരിമുളക് ഉണക്കിയതും ഒക്കെ ചേർത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പെഷ്യൽ മസാലക്കൂട്ടാണിത്. അടുക്കളയിൽ അധിക സമയം ചിലവാക്കാൻ താല്പര്യമില്ലാത്തവർക്കും ജോലിക്ക് പോകുന്നവർക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഉപകാരപ്പെടുന്ന മസാലപ്പൊടിയാണിത്. പെട്ടെന്ന് ഒരു നോൺ വെജ് വീട്ടിൽ കൊണ്ടുവന്നാൽ സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇവ തൊണ്ടു കളയാനും അത് അരിഞ്ഞെടുക്കാനും അതുപോലെ വഴറ്റാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു റെഡിമെയ്ഡ് പൊടി മാത്രം കയ്യിലുണ്ടെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ വളരെ എളുപ്പത്തിൽ ഫ്രൈയോ റോസ്റ്റോ ഒക്കെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഈ ഒരു മസാലപ്പൊടി 2-3 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1-2 ടേബിൾ സ്പൂൺ നാടൻ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഈ ചട്ടിയിൽ വെച്ച് തന്നെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാല യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല. ഇനി നമുക്ക് തീ കത്തിച്ച ശേഷം മൂടി വെക്കാം. അപ്പോൾ കൂട്ടുകാരെ, ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചതല്ല, ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന വെള്ളമാണിത്. ചിക്കൻ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ ചാറ് മുഴുവൻ തുറന്നു വെച്ച് വറ്റി നന്നായി വരണ്ടു വരുമ്പോഴാണ് നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ടടങ്ങിയ ഈ ഉണക്ക കാന്താരി ചിക്കൻ വരട്ടിയത് റെഡിയാകും. അപ്പോൾ ഈ ചിക്കൻ ഇവിടെ കിടന്ന് നന്നായി വരണ്ടു വരുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഈ ഒരു ഇൻഡാലിയം ചട്ടി നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡ ഇട്ടപ്പോൾ ഈ ചട്ടി കരി പിടിച്ച പോലെ കറുത്തു പോയല്ലോ. എനിക്ക് പറ്റിയ ആ അബദ്ധത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രീയ വശമുണ്ട്. അത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. അതായത് നമ്മൾ പഴയ സ്റ്റീൽ പാത്രങ്ങളൊക്കെ നല്ല തിളങ്ങി കിട്ടാൻ വേണ്ടി ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറുണ്ട്. അതിന് ഒന്നും സംഭവിക്കാറില്ല. കാരണം ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ, അതായത് ക്ഷാരഗുണമുള്ള വസ്തുവാണ്. ഇത് സ്റ്റീൽ പാത്രങ്ങളിലെ കറകൾ മാത്രം കളഞ്ഞ് നല്ല തിളക്കം നൽകും. എന്നാൽ ഇൻഡാലിയം അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങളിൽ ഇത് ഉപയോഗിച്ചാൽ അവ തമ്മിൽ പെട്ടെന്നൊരു ശക്തമായ രാസപ്രവർത്തനം നടക്കും. ഇതിനെയാണ് ശാസ്ത്രീയമായി ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഈ ഓക്സിഡേഷൻ കാരണം അലുമിനിയത്തിന് മുകളിൽ കട്ടിയുള്ള ഒരു ഇരുണ്ട ഓക്സൈഡ് പാളി രൂപപ്പെടുന്നത് കൊണ്ടാണ് ആ ഭാഗം അത്രയും കറുത്തു പോയത്. അപ്പോൾ ആ ക്ഷാരഗുണമുള്ള പാളിയെ തകർക്കാൻ പ്രകൃതിദത്തമായ അമ്ലങ്ങൾ, അതായത് ആസിഡ് അടങ്ങിയ വസ്തുക്കൾ തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് നമ്മുടെ നാടൻ വാളംപുളി മാത്രം ഉപയോഗിച്ച് ഇത് വൃത്തിയാക്കിയത്. അപ്പോൾ ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ വശം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഇത് പറഞ്ഞു തീർന്നപ്പോഴേക്കും നമ്മുടെ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുള്ള സ്പെഷ്യൽ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഇൻഡാലിയം പാത്രങ്ങളിൽ കറ കളയാൻ ഒരിക്കലും ബേക്കിംഗ് സോഡ ഉപയോഗിക്കരുത്. അത് പാത്രം കൂടുതൽ കറുപ്പിക്കും. ഇൻഡാലിയത്തിന് എപ്പോഴും സുരക്ഷിതം വാളംപുളിയും കല്ലുപ്പും മാത്രമാണ്. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കായി തയ്യാറാക്കിയത്. മറ്റുള്ളവർക്കും ഈ അബദ്ധം പറ്റാതിരിക്കാൻ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.